പാലസ്തീൻ വിഷയത്തിൽ ശശി തരൂരിൻ്റെ അഭിപ്രായം വരികയുണ്ടായി. ശശി തരൂർ നേരത്തെ ഹമാസ് ഭീകരവാദിയാണെന്ന് പറഞ്ഞു. ആ ഹമാസ് ഭീകരവാദിയാണെന്ന് പറഞ്ഞ അഭിപ്രായത്തോട് മുസ്ലിം ലീഗും കോൺഗ്രസും എതിരഭിപ്രായം പറഞ്ഞു. അത്തരത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാലസ്തീൻ അനുകൂല റാലി നടത്തിയ മുസ്ലിം ലീഗിൻ്റെ ആ റാലിയിൽ ഹമാസ് ഭീകരവാദിയാണെന്ന് പറഞ്ഞതിനകത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല എന്നും ഈ അഭിപ്രായത്തോടുകൂടി മുസ്ലിം ലീഗിൻ്റെ മുമ്പിലും കോൺഗ്രസിൻ്റെ മുമ്പിലും ശശി തരൂർ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷേ ഇന്ന് വീണ്ടും ശശി തരൂർ പറഞ്ഞിരിക്കുന്നു, ലോകത്തിൻ്റെ അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ലോകത്ത് എല്ലാ നേതാക്കന്മാരും കേൾക്കുന്ന ഒരു അഭിപ്രായമാണ്, പാലസ്തീൻ വിഷയത്തിൽ ഹമാസ് കാണിക്കുന്ന ഭീകര പ്രവർത്തനം യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ രാഷ്ട്രീയത്തോട് കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താണ്? ഇത് ശശി തരൂരിൻ്റെ രാഷ്ട്രീയ ഭാവി എത്തരത്തിൽ കൊണ്ടുപോകും? അല്ല, ഈ വിഷയത്തിൽ ശശി തരൂർ എടുത്ത നിലപാട് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹം UN-ലിരിക്കുന്ന സമയത്ത് ഈ കാര്യം വളരെ ഗൗരവമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ വിഷയത്തിൽ എന്നെ പഠിപ്പിക്കാനായിട്ട് ആരും വരേണ്ടതില്ല എന്ന്. കാരണം അത്ര നന്നായിട്ട് അദ്ദേഹത്തെ പോലെ അത് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾ വളരെ അപൂർവമാണ്. പലസ്തീൻ വിഷയം എന്ന് പറയുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ മനസ്സിൽ എപ്പോഴും നീറുന്ന ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. പലസ്തീൻ ജനത നിരന്തരമായിട്ട് അവരുടെ കുടിയിടത്തിൽ നിന്ന് കുടിയിറക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോൾ ഉണ്ടായ യുദ്ധത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഹമാസാണ് എന്ന് തന്നെയാണ് ശശി തരൂർ പറയുന്നത്. അതിൻ്റെ കാരണം, ആ തീവ്രവാദ പ്രവർത്തനം നടത്തിയില്ലായിരുന്നെങ്കിൽ ഇത്രമാത്രം മനുഷ്യർ കുരുതി കൊടുക്കപ്പെടില്ലായിരുന്നു. ഈ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് 20,000-ലധികം പലസ്തീനികൾ കൊല ചെയ്യപ്പെട്ടു. ആരും അതിന് ഉത്തരവാദിത്വം പറയും? ഹമാസ് പലസ്തീനികൾക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നതെങ്കിൽ എന്തിനാണ് ഇത്രയും ആളുകളെ ചാവേറുകളായിട്ട് ആ വെടിയുണ്ടകൾക്കും അതേപോലെ തന്നെ പീരങ്കികൾക്കും ബോംബുകൾക്കും അവർ എറിഞ്ഞു കൊടുത്തതെന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടാണ്. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് അത് ഉയർന്നു നിൽക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു ജനവിഭാഗത്തിന് വേണ്ടിയിട്ട് പോരടിക്കുന്നതായിട്ടുള്ള പ്രസ്ഥാനമായി കഴിഞ്ഞാലും വ്യക്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ മുഖ്യ ചുമതലകളൊന്ന് ആ ജനസമൂഹത്തിൻ്റെ സംരക്ഷണം തന്നെയാണ്. ആ ജനസമൂഹത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് 1% പോലും ചിന്തിക്കാത്തതിൻ്റെ ഫലമായി സംഭവിച്ച വലിയൊരു ദുരന്തമായി ഇത് മാറുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽ കടന്നുകയറ്റം നടത്തുകയും അക്രമം നടത്തുകയും ചെയ്യുന്നത് നിരന്തരമായിട്ട് തുടരുന്നൊരു പ്രദേശമാണ് പലസ്തീൻ പ്രദേശം, ഗസ എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെ എങ്ങനെയാണ് ആ അക്രമകാരികളെ പ്രതിരോധിക്കേണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മനുഷ്യ കവചത്തിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റിയില്ല എങ്കിൽ ഇത്തരത്തിൽ വലിയ ദുരന്തം ഉണ്ടാകും. അതുകൊണ്ടാണ് ശശി തരൂർ പറഞ്ഞത് ഇത് ശരിയായ പ്രവർത്തനം അല്ല എന്നുള്ളത്. കാരണം മനുഷ്യർ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും നമുക്ക് മനുഷ്യർക്ക് യുദ്ധത്തെ അംഗീകരിക്കാനായിട്ട് കഴിയില്ല. കാരണം യുദ്ധം ഇങ്ങനെ കുട്ടികളെ തന്നെ കൊന്നു തീർക്കുകയല്ലേ ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ന്യായീകരിക്കാനായിട്ട് കഴിയും? മുസ്ലിമിൻ്റെ റാലി എന്ന് പറയുന്നത് പാലസ്തീനുള്ള ഐക്യദാർഢ്യമാണ്, പലസ്തീൻ ജനതയുള്ള ഐക്യദാർഢ്യമാണ്. ആ പലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദ പ്രവർത്തനം നടക്കുകയും ഇത്ര ആളുകൾ മരിച്ചു വീഴുകയും ചെയ്യുന്നത് ചൂണ്ടിക്കാണിക്കുന്നതിൽ തെറ്റ്? അത് പറയണം, അത് ചൂണ്ടിക്കാണിക്കണം. കാരണം 20,000-ലധികം വരുന്നതായിട്ടുള്ള മനുഷ്യരെ ഇങ്ങനെ കൊലക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം അത് നടത്തിയ ആളുകൾക്കുണ്ട്. അതാണ് ശശി തരൂരോടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം പലസ്തീനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും 100% ശരിയാണ് എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും പറയാനായിട്ട് കഴിയും. അന്ന് എന്ത് നിലപാടെടുത്തു ആ നിലപാട് തന്നെ ഇപ്പോഴും അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായത്തെ പോലും മറികടന്ന് ഇത്തരത്തിലൊരു അഭിപ്രായം പറയാൻ ഉള്ള കാരണം, ദേശീയ ലെവലിൽ ചർച്ച ചെയ്യുന്ന ഒരു നേതാവാണ് ശശി തരൂർ. അപ്പോൾ അയാളുടെ അഭിപ്രായത്തിന് ദേശീയ തലത്തിൽ, അതായത് നമ്മുടെ ഇന്ത്യക്കപ്പുറം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അഭിപ്രായമാണ്. ആ അഭിപ്രായം ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ, അതോ കേരളത്തെ മാത്രം ഉദ്ദേശിച്ചാണോ, കേരള രാഷ്ട്രീയത്തെ മാത്രം ഉദ്ദേശിച്ചാണോ ശശി തരൂർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്? അല്ല, ഇവിടെ നമ്മൾ ഈ ഗസയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത്, പലസ്തീൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് മുൻകാല അനുഭവം പരിശോധിച്ചാൽ യാസർ അരാഫത്ത് എന്ന് പറയുന്ന ഒരു വലിയ നേതാവുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സുഹൃത്തായിരുന്നു അദ്ദേഹം. ലോക ജനതയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിമോചന പോരാളിയായി. PLO എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്കറിയാം. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം വിമോചന പ്രവർത്തനമായിരുന്നു. പലസ്തീൻ ജനതയുടെ വിമോചനമായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. അന്ന് അവർ നടത്തിയിരുന്ന പ്രവർത്തനങ്ങളിൽ ഒരിക്കൽ പോലും തീവ്രവാദ സ്വഭാവം ഉണ്ടായിരുന്നില്ല. തീവ്രവാദ സ്വഭാവത്തിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ PLO എന്ന് പറയുന്ന സംഘടനയെ തന്നെ തീവ്രവാദികൾ വിഴുങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഹമസ് എന്ന് പറയുന്നതായിട്ടുള്ള സംവിധാനം രൂപപ്പെട്ടത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ജനതയ്ക്ക് വേണ്ടി പോരാടുമ്പോൾ
ആ ജനതയുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാനുള്ള ഉത്തരവാദിത്വം ബാധ്യത അവർക്കുണ്ട്. അതല്ലാണ്ട് ഒരു ദിവസം കയറി ആക്രമിച്ച് ഒരുപാട് ആളുകളെ കൊന്ന് പകരം തീർക്കുക എന്ന് പറയുന്നതല്ലല്ലോ ശരിക്കും പറഞ്ഞ് ജനതയുടെ സംരക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ജനതയുടെ സംരക്ഷണത്തിൽ യാതൊരു വിധമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ഒരു സംഘടന എന്ന നിലയ്ക്ക് തന്നെയാണ് ഹമസിനെതിരെ ശശി തരൂർ നിലപാടെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ കൃത്യമായി തീരുന്നത് അതുകൊണ്ടാണ്. കാരണം ഇത്രയും ആളുകൾ കുരുതി കൊടുക്കപ്പെട്ടത് ഈ യുദ്ധം ആരംഭിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ആ യുദ്ധം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഹമാസിൻ്റെ അക്രമത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എന്നുള്ളതാണ് പ്രശ്നം. എന്നുവെച്ചാൽ ഈ യുദ്ധം ഇങ്ങനെ തുടരാൻ പാടുണ്ടോ? ഈ ആളുകളിങ്ങനെ നിരന്തരമായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? ഇസ്രായേൽ എത്ര ക്രൂരവും പൈശാചികമായിട്ടുള്ള രീതിയിലാണ് ഒരു ജനതയെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ചോദ്യങ്ങളൊന്നും വിഴുങ്ങപ്പെടാൻ പോകുന്നില്ല. ആ ചോദ്യങ്ങളെല്ലാം തന്നെ അതിശക്തമായിട്ട് നിലനിൽക്കും. അതിൽ ശശി തരൂരിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ പലസ്തീൻ ജനതയോടൊപ്പമാണ്, കുരുതി കൊടുക്കപ്പെടുന്നവരോടൊപ്പമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് പറയാനായിട്ട് കഴിയുന്നത്. അതെൻ്റെ പാർട്ടിയുടെ നിലപാടാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ചെയ്യുന്നത്. കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു കാഴ്ചപ്പാടിന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ തന്നെ അത് ലോക രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുമായി കൂട്ടിക്കുഴക്കപ്പെടുന്നതല്ല. അങ്ങനെ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ലോക രാഷ്ട്രീയത്തെ കേരള രാഷ്ട്രീയം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അളക്കാനായിട്ട് പാടില്ല എന്ന കാഴ്ചപ്പാടും യഥാർത്ഥത്തിൽ ശശി തരൂർ മുന്നോട്ട് വെക്കുന്നില്ലേ? ശശി തരൂർ മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഈ ഹമാസിനെ പറ്റി ചർച്ച ചെയ്തു. ഹമാസിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു അഷർ അറാഫത്ത് വിമോചന സമരം അല്ലെങ്കിൽ ആ പാലസ്തീൻ വിമോചന സമരം അത് ലോകം മൊത്തം അംഗീകരിച്ചൊരു വിഷയം. അതിനെ പിന്തുടർന്ന് ഇപ്പോൾ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിമോചന സമരം എന്ന് അവർ പറയുന്ന ഈ സമരം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലുമായിട്ടൊരു വിഷയം ഉണ്ടാക്കി ഇസ്രായേൽ കുറേ കെട്ടിടങ്ങൾ തകർക്കുന്നു, കുറേ മുസ്ലിങ്ങളെ കൊല്ലുന്നു, ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്നു, ആ കെട്ടിടങ്ങൾ പുനർജീവിക്കും. പാലസ്തീൻ്റെ നിർമ്മാണം എന്ന വകേന കോടാനുകോടി രൂപയാണ് ഈ ഹമാസിൻ്റെ നേതാക്കന്മാർ പിരിച്ചെടുക്കുന്നത്. ശരിക്കും ഈ ഹമാസിൻ്റെ നേതാക്കന്മാർ പാലസ്തീൻ ഇല്ലെന്നാണ് പറയുന്നത്. അവരൊക്കെ താമസിക്കുന്നത് അല്ലെങ്കിൽ ലണ്ടൻ അതുപോലുള്ള വലിയ വലിയ രാജ്യങ്ങൾ വളരെ സുഭിക്ഷമായിട്ട് കോടീശ്വരന്മാരായിട്ട് വാഴുന്ന ഒരവസ്ഥ. അതായത് ഈ യുദ്ധം നടത്തി അതായത് യുദ്ധം ബിസിനസ്സാക്കി അതിനകത്തൊന്ന് കോടികൾ കൊയ്ത് മറ്റ് രാജ്യങ്ങളിലിരുന്ന് ഇതിനെ നിയന്ത്രിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് ഹമാസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ശരിയാണോ? അല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന PLOയുടെ പ്രവർത്തനത്തിൻ്റെ പിന്തുടർച്ചയാണ് പറയുന്നതിൽ കഥയില്ല എന്നാണ് എനിക്ക്. കാരണം യാസർ അറാഫത്ത് അദ്ദേഹത്തിൻ്റെ വിമോചന സമരവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ പലസ്തീനിലൊരു ചെറിയ വിഭാഗം തീവ്രവാദികളുണ്ടായിരുന്നു. ആ തീവ്രവാദികൾ PLOനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നത് തന്നെയാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അത് വളർന്ന് വികസിച്ചാണ് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തരത്തിൽ ഇതിൻ്റെ പ്രവർത്തനം വലിയ ബിസിനസ്സായിട്ട് യുദ്ധ ബിസിനസ്സായിട്ട് മാറിത്തീരുന്നു. യുദ്ധം ആരെയാണ് തിന്നുന്നത്? മനുഷ്യരെയാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തെയാണ് അത് ഇല്ലാതാക്കുന്നത്. എത്ര കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഗസയിലുള്ളത് നമുക്കറിയാവുന്നതാണ്. നമ്മളതിൻ്റെ പടങ്ങൾ കാണുന്ന സമയത്ത്, അതിൻ്റെ വാർത്തകൾ കാണുന്ന സമയത്ത് അവിടുത്തെ മരണം ഇങ്ങനെ നിരന്തരമായിട്ട് ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാഴ്ചകൾ കാണുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ ബോംബ് പൊട്ടിക്കുന്നത് കാണുമ്പോൾ എവിടെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്? ഒരു ലോകശക്തിയും ഈ വിഷയത്തിൽ ഇടപെടുകയോ ഇത് തുടരാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നില്ല എന്നുള്ളത് പോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അമേരിക്ക കഴിഞ്ഞാലും ചൈന ആയാലും റഷ്യ ആയാലും ബ്രിട്ടൻ ആയാലും ഇവരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വെറുതെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യരിങ്ങ് ചത്തു വീഴട്ടെ എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ശരിയല്ല. അത് ശരിയായ കാഴ്ചപ്പാടേ അല്ല. മനുഷ്യരൊരിക്കൽ പോലും നമ്മൾ ഇത്രമാത്രം വികസിച്ചൊരു കാലഘട്ടത്തിൽ വെറുതെ ഉറുമ്പുകളെ പോലെ കൊന്നൊടുക്കപ്പെടാൻ പാടില്ലാത്തതാണ്. എല്ലാ ദിവസവും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് അതിനനുസൃതമായിട്ടല്ലേ. അതൊരിക്കലും ശരിയായിട്ടുള്ള സമീപനമല്ല. പക്ഷേ പ്രശ്നം എന്താണ്? കുറച്ചാളുകൾ ഇതിനെ ഒരു ബിസിനസ്സാക്കി മാറ്റുകയും ആ സ്ഥലത്ത് താമസിക്കാതിരുന്നു. നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട് ഇവരുടെ ഹമസിൻ്റെ നേതാക്കളെ കൊന്നു. ഏത് നേതാവിനെ കൊന്നു? എന്താണ് സംഭവിക്കുന്നത്? അവർ മറ്റ് പലയിടങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത്. സുരക്ഷിതമായി താമസിക്കുകയാണെങ്കിൽ അവരെ കൊല്ലാനും കഴിയുന്നില്ല. കൊല്ലപ്പെടുന്ന മുഴുവൻ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ലോകത്തിൻ്റെ സ്ഥിതി അതാണ്. ഏത് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാലും മരിച്ചു വീഴുന്നത് കുട്ടികളും സ്ത്രീകളുമാണ് ബഹുഭൂരിപക്ഷം വരും. ആണുങ്ങൾ പലപ്പോഴും അതിൽ കുറവായിട്ടാണ് നമ്മൾ കാണുന്നത്. അവർ അംഗഹീനരൊക്കെ ആയിട്ട് ജീവിക്കേണ്ട ഗതികേട് വരാറുണ്ട്. എന്തായാലും ലോകത്തെ ജനതയ്ക്ക് വലിയ തരത്തിൽ ദുരന്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയക്ക് അവസാനം ആവശ്യമാണ്. ആ അവസാനം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ലോകരാഷ്ട്രങ്ങൾ വരേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അവർ വരുന്നില്ല, അവരൊന്നും ചെയ്യുന്നില്ല. ഇസ്രായേൽ നിരന്തരമായിട്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ അമേരിക്കയെ പോലും വിറപ്പിച്ചെറുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അമേരിക്കയുടെ ബിസിനസ്സും അതേപോലെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഇസ്രായേലിലെ ജൂതന്മാർ തന്നെയാണ്. അപ്പോൾ ജൂതന്മാരുടെ ഒരു ആധിപത്യമായിട്ട് ഈ സംഭവം മാറിത്തീരുകയും മുസ്ലിങ്ങളുടെ
ശവപ്പറമ്പായിട്ട് ഗസ മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹമാസ് വേറെ സ്ഥലത്ത് സുരക്ഷിതമായിട്ടിരിക്കുന്നു. ഇതൊരു കഷ്ടമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹമാസ് എന്ന് പറയുന്ന മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ഈ സംഘടന ശരിക്കും ഇസ്രായേലുമായിട്ട് രഹസ്യധാരണ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ യുദ്ധം അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു യുദ്ധം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിന് വളരെ പ്രയോജനപ്രദമായ ഒരു സംവിധാനമാണ്. കാരണം അവർക്ക് എപ്പോഴും പിടിച്ചടക്കൽ കൂടുതൽ സ്ഥലങ്ങൾ, ഇപ്പോൾ കിലോമീറ്ററുകൾ ഇസ്രായേൽ കയറിക്കഴിഞ്ഞു. ഈ യുദ്ധം എത്ര ദിവസം നീളുന്നോ അത്രയും കിലോമീറ്റർ കയറിയിട്ട് അത്രയും സ്ഥലം പിടിച്ചെടുക്കുകയും ബാക്കി അവരനുവദിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് പാലസ്തീൻകാർ താമസിക്കുക, അതിൻ്റെ ഭരണം കൂടി ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് ഹമാസാണ് സഹായിച്ചത്. ഈ ഹമാസ് ഈ യുദ്ധ ബിസിനസ്സുകാർ ഇസ്രായേൽ പോലെയുള്ള ഈ സാമ്രാജ്യ ശക്തികളുടെ ഇന്ന് കോടാനുകോടി രൂപ മേടിച്ചിട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് അവരുടെ പ്രവർത്തനം. കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഒരു ലോകരാജ്യവും ഇടപെടത്തില്ല. കാരണം ഈ ലോകരാജ്യങ്ങളെ മൊത്തം നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ് എല്ലാ രീതിയിലും. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയായാലും മറ്റേത് ലോകരാജ്യങ്ങളും അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളും ഒന്നും അവർക്കെതിരെ പറയാൻ ഉള്ള ഒരു ചങ്കൂറ്റമോ അതിനുള്ള കരുത്തോ ഇല്ല. അപ്പോൾ ഇത് ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി ഹമാസ് ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഇസ്രായേലിന് ഇത്തരത്തിൽ പലസ്തീൻ മുഴുവനും സ്വന്തമാക്കാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുത്ത ആരാണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ചരിത്രത്തിൽ ഹമാസ് ആണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഓരോ ദിവസവും അവർ ആ ഭൂമി മുഴുവൻ ഇങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കുറേ കാലം കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ അവസാനം ഒരു യുദ്ധ ഉടമ്പടി ഉണ്ടാകുകയാണെന്നായിരിക്കും. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ യുദ്ധം നിർത്തും. അപ്പോൾ യുദ്ധം നിർത്തുമ്പോഴേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും? പാലസ്തീൻ മുഴുവൻ ഇസ്രായേലിൻ്റെ കയ്യിലായി കഴിഞ്ഞിരിക്കും. അങ്ങനെ ഇസ്രായേലിൻ്റെ കയ്യിലായിരിക്കുന്ന പ്രദേശത്ത് ഇസ്രായേലിൻ്റെ ഒരു പാവ സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്നുവെച്ചാൽ ഒരു കാരണവശാലും ഈ പലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുകയില്ല എന്ന് ഉറപ്പാകുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങൾക്ക് പോലും, മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് പോലും ഇപ്പോൾ ഖത്തറിനകത്ത് ഇടപെടാനായിട്ട് പോകുന്നുണ്ട്, ഈജിപ്റ്റ് ഇടപെടാനായിട്ട് പോകുന്നുണ്ട്, പുതിയ തരത്തിലൊരു കരാർ രൂപപ്പെടാൻ പോകുന്നുണ്ട്. ആ കരാറിലൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നത് ഹമാസ് ഒറ്റപ്പെടുകയും ഇല്ലാതാക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. എങ്കിലും അതിൻ്റെ തീവ്രമായ പ്രവർത്തനം സ്വാഭാവികം തുടർന്നേക്കാം. പക്ഷേ ജനങ്ങളിങ്ങനെ കുരുതി കൊടുക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് അത് മാറിത്തരുന്നത് വലിയ അപകടമാണ്. മാത്രമല്ല, ഇസ്രായേൽ ചെയ്യുന്നത് ലോകത്ത്, പ്രത്യേകിച്ച് നാം 21-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന സമയത്ത് ഏറ്റവും ദാരുണമായിട്ടുള്ള രീതിയിൽ ജനസമൂഹത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ആധിപത്യം ശരിയാണ്, അവർക്ക് പണം, അതേപോലെ തന്നെ ബൗദ്ധികമായിട്ടുള്ള സംവിധാനങ്ങൾ, ആയുധ സംവിധാനങ്ങൾ, ആയുധ കച്ചവടം, ഇതിലൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ആ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ചൈനയുമായിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന പ്രത്യേക ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ചൈന അവർക്കൊപ്പം നിൽക്കുന്നത്. അമേരിക്കയായിട്ട് നിരന്തരം അവർ കുറേ കാലമായിട്ട് തുടരുന്നതായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നതെന്നാണ്. സെപ്റ്റംബർ 11 അക്രമത്തിൽ പോലും വേണമെങ്കിൽ നമുക്ക് ഈ ഇസ്രായേലിൻ്റെ പങ്ക് ഉണ്ടായിരുന്നു എന്ന് സംശയിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങൾ അവർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് മനസ്സിലാവുന്ന ശശി തരൂരിൻ്റെ ഈ അഭിപ്രായം കൊണ്ട് ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൻ്റെ ഈ അഭിപ്രായം കൊണ്ട് ഇന്ത്യക്കകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നടന്ന ഈ ഇലക്ഷനകത്ത് BJPക്ക് ഉണ്ടായ ഒരു മുന്നേറ്റം, ഈ BJPക്ക് ഉണ്ടായ ഒരു മുന്നേറ്റം എന്ന് പറയുമ്പോൾ BJPയുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിനകത്ത്. ഇത് ഈ കേരളം പോലുള്ളിടത്ത് ഈ മറിച്ചാണ് അതിൻ്റെ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരുടെ കൂടെ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യയിലുടനീളം ആ ഇസ്രായേലിൻ്റെ കൂടെ നിന്നതിൻ്റെ ഒരു ഗുണം BJP കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ നമ്മുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവ് ഈ രാഹുൽ ഗാന്ധിയെക്കാട്ടിൽ ദീർഘവീക്ഷണത്തോടുകൂടി ദേശീയ രാഷ്ട്രീയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ശശി തരൂർ. അതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഈ ഒരു അഭിപ്രായം അവരെ ഇന്ന് സഹായിച്ചിട്ടുള്ള ക്രിസ്ത്യൻ വോട്ട് വിഘടിച്ച് പോകാൻ സാധ്യതയുള്ള ഒരു സമയത്ത് ഈ ഒരു അഭിപ്രായം കൊണ്ടുവരികയും ആ അഭിപ്രായത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ഒരു പൊളിറ്റിക്സിനകത്ത് ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, കേരളത്തിൽ വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് CPM പോലെയുള്ള സംഘടനകൾ എടുത്തിരിക്കുന്നത്. പാലസ്തീൻ കൂടെ തന്നെ CPM നിൽക്കുകയാണ്, റാലികൾ നടത്തുകയാണ്, മുക്കിന് പരിപാടികൾ നടത്തുകയാണ്. അതിന് സമാനമായിട്ട് പരിപാടികൾ കോൺഗ്രസ് നടത്തിയില്ല എന്നുള്ള അഭിപ്രായം മുസ്ലിം ലീഗ് പോലെയുള്ള ഘടകകക്ഷികൾക്കുണ്ട്. അവർ ഉള്ളിൽ പറഞ്ഞ് മുറുമുറുക്കുന്നു, വെളിയിലോട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഈ ഒരു പൊളിറ്റിക്സ് കൊണ്ട് ശശി തരൂർ ഉദ്ദേശിക്കുന്നത് നാളത്തെ ഈ 2024
കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ശശി തരൂർ വരുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിൽ കേരളത്തിൻ്റെ പൾസ് അനുസരിച്ചുള്ള ഒരു പൊളിറ്റീഷ്യൻ ആവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനകത്ത് അതിനു വേണ്ടിയാണ് ഈ അഭിപ്രായം പറഞ്ഞതെന്ന് പറയുന്നതിനകത്ത് കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ശശി തരൂരിൻ്റെ രാഷ്ട്രീയത്തിന് കുറച്ചും കൂടി തുറന്ന ഒരു സ്വഭാവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ തലത്തിൽ നിന്നുള്ളതല്ല. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സെന്ന് പറയുന്നത് ഒരു എഴുത്തുകാരൻ എന്ന നിലക്ക് അദ്ദേഹം എങ്ങനെയാണ് ലോകത്ത് നടക്കുന്ന അത്യാഹിതങ്ങൾ, ആ അത്യാഹിതങ്ങളെ ഏറ്റവും കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രവചിക്കാൻ കഴിവുള്ളവരാണ് എഴുത്തുകാരെന്നുള്ളത്. ആ എഴുത്തുകാരൻ്റെ ഒരു മനസ്സ് അദ്ദേഹത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഈ വിഷയത്തിൽ എടുക്കേണ്ട വളരെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡ് അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിലൊരു രാഷ്ട്രീയ സ്ട്രാറ്റജി ഉണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയുന്ന ഒരു രാഷ്ട്രീയമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഞാൻ UN-ലിരുന്ന് പ്രവർത്തിച്ച സമയത്തും ഒരു ഇന്ത്യൻ പൗരന് എന്ന നിലക്കും അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തനായിട്ടുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലക്കും വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് ഞാൻ അവതരിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു സത്യസന്ധത കൊണ്ട് തന്നെ അതിന് തീർച്ചയായിട്ടും കുറേ കൂടി സ്വീകാര്യത ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സ്വീകാര്യത താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രമല്ല ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ സ്വീകാര്യതയുള്ള ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ. അതുകൊണ്ടാണ് ഈ നേരത്തെ മനോരമ ഒരു സർവേ നടത്തിയ സമയത്ത് ആ സർവേയിൽ ശശി തരൂരിനേക്കാൾ വളരെ താഴെയാണ് വി ഡി സതീശൻ്റെ സ്ഥിതി എന്നുള്ളത്. അതിങ്ങനെ തന്നെ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ വിഭാഗങ്ങളിലൊക്കെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത തൻ്റെ ഈ നിലപാട് വളരെ കൃത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് മാത്രം വെച്ചുകൊണ്ട് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ വിലയിരുത്താനായിട്ട് പാടില്ല എന്ന കാഴ്ചപ്പാടും അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ സമൂഹത്തിന് അദ്ദേഹത്തിനോടുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യത ഈ നിലപാടിലുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ അത് ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കോൺഗ്രസ് കേരളത്തിൽ ഉണ്ടായാൽ മാത്രമേ രക്ഷപ്പെടൂ. അത് ഇന്ത്യയിലും അത്തരത്തിൽ ചിന്തിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാവി വാഗ്ദാനമായിട്ടുള്ള അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയൊന്നും ഇന്ത്യ മുന്നണി പോലും അംഗീകരിക്കുന്നില്ല. ഇന്ത്യ മുന്നണിയിലുള്ള നേതാക്കന്മാർ പ്രധാനമന്ത്രിയാക്കാൻ കൊള്ളാത്ത ആൾ എന്ന് പറയാതെ പറഞ്ഞു പോകുന്ന ഒരവസ്ഥ. കാരണം മമതാ ബാനർജി പോലെ ഏറ്റവും കൂടുതൽ ഇന്ത്യ മുന്നണിയിൽ MP-മാരുള്ള മമതാ ബാനർജിയും 2 സംസ്ഥാനം കയ്യിലുള്ള കെജ്രിവാളും അഭിപ്രായം പറയുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ അത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നും സംഭവിക്കത്തില്ല, അതിനേക്കാട്ടിൽ യോഗ്യനാണ് പട്ടികജാതിക്കാരനായിട്ടുള്ള 84 വയസ്സുള്ള ഖാർഗെ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇത്തരത്തിൽ ദേശീയ തലത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ശശി തരൂരിനെ അവഗണിച്ച് മുന്നോട്ട് പോകാതെ അയാളെ മുൻനിർത്തി മുന്നോട്ട് പോയാൽ കോൺഗ്രസ്സിന് ഇതിനപ്പുറം ഒരു ഭാവി അല്ലെങ്കിൽ ഇതിലും വലിയൊരു ഭാവി ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇല്ല, കോൺഗ്രസ് വളരെ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. ഒന്ന്, BJP അതിശക്തമായിട്ട് കോൺഗ്രസിനെ എതിർക്കുന്നത് ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ പേരിലാണ്. നെഹ്റു കുടുംബത്തിൻ്റെ നേതാക്കൾ, നെഹ്റു കുടുംബത്തിൻ്റെ ആധിപത്യം പേർന്നവർ, അവരാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. അതിന് പകരമായിട്ട് മറ്റ് ആരെങ്കിലും കടന്നു വന്നാൽ അതിൻ്റെ സ്വീകാര്യത വലുത് തന്നെയായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ശശി തരൂരിനെ പോലെയുള്ള വ്യക്തികൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് മൈലേജ് ഉണ്ടാക്കാനായിട്ടുള്ള കഴിവുള്ളവരാണ്. അത്തരം വ്യക്തികളെ വളർത്തിയെടുക്കാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് നല്ലതായിരിക്കും. രാഹുൽ ഗാന്ധി നിൽക്കട്ടെ, രാഹുൽ ഗാന്ധിയെ തള്ളി ശശി തരൂരിനെ കൊണ്ടുപോകേണ്ടതില്ല. പക്ഷേ ശശി തരൂരും ഈ നേതൃസ്ഥാനത്തിനൊപ്പമുണ്ട്, കോൺഗ്രസിനെ നയിക്കാനായിട്ടുള്ള കരുത്തുള്ള ഒരു നേതാവാണ് അദ്ദേഹം എന്ന നിലക്ക് ചർച്ച വരികയാണെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും നല്ല തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ കേജ്രിവാൾ ആയി കഴിഞ്ഞാൽ നിതീഷ് കുമാർ ആയാലും മമതാ ബാനർജി ആയാലും ഒക്കെ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെ അവർ പരിഗണിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒഴിച്ച് മറ്റാരെങ്കിലും ആകട്ടെ എന്ന് പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ പ്രശ്നം തന്നെയാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം രാഹുൽ മാറി പ്രിയങ്ക വരട്ടെ എന്നവർ പറയുന്നില്ല. പകരം രാഹുൽ വേണ്ട ഖാർഗെ വരട്ടെ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ശശി തരൂർ വരട്ടെ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാക്കൾ വരട്ടെ. ഇപ്പോൾ ജയറാം രമേഷിനെ പോലുള്ള ആളുകളെയും കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബ രാഷ്ട്രീയം കോൺഗ്രസ്സിൽ അവസാനിപ്പിക്കേണ്ട സമയമായി. ജനങ്ങൾ അംഗീകരിക്കുന്ന മറ്റ് നേതാക്കന്മാരെ അംഗീകരിച്ച് ആ പാർട്ടി മുന്നോട്ട് പോയാലേ ഇനിയും രക്ഷപ്പെടത്തുള്ളൂ എന്ന് പറയാതെ പറയുന്ന ഒരവസ്ഥ ഇന്ത്യ കുടുംബ രാഷ്ട്രീയം ഒരു ബാധ്യതയാണ്. എന്തായാലും കുടുംബ രാഷ്ട്രീയം ഒരു ബാധ്യതയെ മാറിത്തീരുമ്പോൾ
അതിനെ മറികടക്കാൻ പറ്റുന്ന തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. ഇപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ബദൽ എന്ന് പറയുന്ന കോൺഗ്രസ് തന്നെയാണ്. കഴിഞ്ഞ 5 സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടത് ബോധ്യപ്പെട്ടതാണ്. 3 സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിൽ വന്നെങ്കിലും അവരുടെ തൊട്ടടുത്ത വോട്ട് ഷെയറുമായിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ കോൺഗ്രസ്സിന് സ്വാഭാവികമായിട്ടും ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷവാനായിട്ടുള്ള സാധ്യത ഹിന്ദി മേഖലയിലുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. ആ ഹിന്ദി മേഖല തന്നെയായിരിക്കും എന്തായാലും ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവിടെ ഏവർക്കും സ്വീകാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പൊതു സ്ഥാനാർത്ഥി ഉയർന്നു വന്നാൽ അത് കോൺഗ്രസ്സിന് കുറച്ചും കൂടി തിളക്കമാർന്നതായിട്ടുള്ള പോരാട്ടത്തിനുള്ള വേദിയാക്കി മാറ്റാനായിട്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ ഏവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു പൊതു സ്ഥാനാർത്ഥി. അപ്പോൾ ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്, അല്ലെങ്കിൽ സ്വീകാര്യനല്ല ഇപ്പം ഉള്ള കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി. അദ്ദേഹം സ്വീകാര്യനല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഹിന്ദു ഹൃദയഭൂമിയിലും കോൺഗ്രസ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു മേൽക്കോയ്മ കിട്ടാതെ വരുന്നത്. അയാളെ മാറ്റിയാൽ കോൺഗ്രസ് ഇതിനപ്പുറം ഒരു അല്ലെങ്കിൽ തിരിച്ചുവരവ് ഇതിനപ്പുറം ഒരു തിരിച്ചുവരവ് ഉണ്ടാവും എന്ന് തന്നെയാണ്. അല്ല, അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ മാറ്റി വേറെ ആളെ കൊണ്ടുവന്നതിൻ്റെ പേരിൽ തിരിച്ചു വരുമെന്നല്ല അർത്ഥം. കോൺഗ്രസ് വ്യക്തമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എടുക്കേണ്ടതായിട്ടുള്ള ജനാധിപത്യ സമീപനങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയ സമീപനങ്ങളും തിരിച്ചറിയുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കരുത്തുള്ള നേതാവ് ഉയർന്നു വരികയും ചെയ്യുന്നതാണ്. കാരണം BJP എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നെഹ്റു കുടുംബ ആധിപത്യം. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു നേതാവല്ല രാഹുൽ ഗാന്ധി. ഇദ്ദേഹം പറഞ്ഞതാ. അപ്പൊ അത് മാറ്റാനായിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് സാധ്യതകൾ കൂടുതലായിട്ട് വളർന്നു വരികയുള്ളൂ. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എല്ലാ സ്ഥലത്തും വിജയിക്കണമായിരുന്നു. അത് വിജയിക്കാത്തടത്തോളമാണ്. വിജയിക്കാത്തതിൻ്റെ ഫലമായിട്ടാണല്ലോ വെല്ലുവിളികൾ ഉയർന്നു വന്നത്. അതുകൊണ്ട് അതിനുശേഷം ഇന്ത്യ സഖ്യത്തിൽ ഉയർന്നു വന്ന ചർച്ചകളിൽ അദ്ദേഹത്തെ വേണ്ട എന്നവർ പറയുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, രാജാവ് നഗ്നനാണെന്ന് വെച്ചുകൂട്ടി വിളിച്ചു പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയെ വെച്ച് നയിച്ചാൽ കോൺഗ്രസ് രക്ഷപ്പെടത്തില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു കരുത്തുള്ള നേതാക്കന്മാർ കോൺഗ്രസ്സിലുണ്ടായാൽ മാത്രമേ നാളെ കാലത്ത് കോൺഗ്രസ് ഇന്ത്യയിൽ ഉണ്ടാവൂ എന്നുള്ള പ്രതീക്ഷ നമ്മൾക്കും ഉണ്ടാവത്തേ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.